നമ്മൾ പലതും മോഹിക്കും, അതൊന്നും ജീവിതത്തിൽ നടക്കാറില്ല. എന്ന് വെച്ച് മോഹിക്കാതിരിക്കാൻ പറ്റൂ? മനുഷ്യനായി ജനിച്ചു പോയില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. ദേവിക പല കളിയും കളിക്കും, വേണ്ടി വന്ന ചതിക്കും. അതുകൊണ്ടേ എന്റെ മോളിനി അവളെ തരുന്ന ഒന്നും വാങ്ങി കഴിച്ചേക്കരുത്. മുത്തശ്ശി പറയുന്നതിലും കാര്യമുണ്ട് നെറ്റിക്കുട്ടിയെ. ഏത് വഴി കൂടി ആ പണി വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശ്രദ്ധിക്കേണ്ടതേ നമ്മളാ, അല്ലേ മുത്തശ്ശി? പിന്നല്ലാതെ. മുത്തശ്ശി ഉള്ളതാ ആകെ ഒരു ആശ്വാസം. ഭാവിയെ വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവ് മുത്തശ്ശിക്കുണ്ട്. ദീർഘദൃഷ്ടിയാ, ദീർഘദൃഷ്ടി. പിടിച്ചു നിൽക്കണ്ടേ മോനെ? അതെ അതെ അതെ. അപ്പോ നമ്മൾ അങ്ങനെ തന്നെ തീരുമാനിക്കും. ദേവികത്തായിരുന്നു ഒന്നും നിത്യക്കുട്ടി കഴിക്കുന്നില്ല. എന്ത് പറയുന്നു? സമ്മതം. നിങ്ങളെപ്പോലെ എന്നോട് സ്നേഹമുള്ളവര് പറയുന്നത് അനുസരിച്ചല്ലേ പറ്റൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ മോളെ? അറിയാം മുത്തശ്ശി, എന്റെ നന്മ എന്റെ മാത്രം വിഷയമല്ലല്ലോ. നിങ്ങളും കൂടി അതിൽ പങ്കാളികളാ. അത് മറ്റൊരു സന്തോഷം. സൂക്ഷിച്ച്. ആ ശരത്തിനെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മുത്തശ്ശിയും സൂക്ഷിക്കണം. എന്തെങ്കിലും ഒരു ദിവസം എല്ലാവരും അറിയും. അതുവരെ നമ്മളായിട്ട് പിടികൊടുക്കരുത്. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ജീവിതം ഒരു പോരാട്ടം കൂടിയാണെന്ന് എന്നെ തന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തോണ്ട് അങ്ങനെ തീർത്ത് പറയാനും പറ്റില്ല. നീയുണ്ട്, സിദ്ധു വക്കീലുണ്ട്, അങ്ങനെ പലരും. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നു. പുറത്ത് ശരത്തുണ്ടെന്ന് തോന്നുന്നു. എന്നെ നശിപ്പിക്കാന്നൊന്നും ഇവിടെ ആരും വിചാരിക്കണ്ട. അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് ഉള്ളിലിരിക്കത്തേ ഉള്ളൂ. ആ എന്നാലേ ഞാൻ എന്താന്ന് കേട്ടോ. ദേവിക ഒരാഗ്രഹം മനസ്സിൽ കുറിച്ചിട്ടുണ്ടെങ്കിലേ അത് നേടിയിട്ടേ പോകൂ. അത് മനസ്സിലാകും നിനക്കും നിന്നെ സഹായിക്കുന്നവർക്കും. ഇപ്പോഴല്ല, പിന്നെ അധികം വൈകാതെ. ഭീഷണിയാണോ? അല്ല, മുന്നറിയിപ്പാ. അങ്ങനെ നീ നല്ല പിള്ളയൊന്നും ചമയണ്ട. നിനക്ക് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ബന്ധോ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു സ്ത്രീയോട് ആ വാക്ക് ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കണം. അർത്ഥം അറിയില്ലെങ്കിൽ ഇവിടുത്തെ മുത്തശ്ശിയോട് പോയി ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. പരുന്ത് ഇരുട്ട് രണ്ടുപേരുവേ നല്ല ഒന്നാന്തരം കള്ളന്മാരാ. അവന്മാരോട്ട് എന്താ ദേവിക്ക് ഇടപാട്? ഞങ്ങൾ കണ്ടായിരുന്നോ? കണ്ടു. ആ, ആരെന്തൊക്കെ മറച്ചു വെച്ചാലും അതൊക്കെ കാണുന്നവനാ ഈ ശരത്ത്. എന്തായിരുന്നു നിങ്ങൾ അമ്മി സംസാരിച്ചോണ്ടിരുന്നത്? എന്തായിരിക്കും? കൊടിമൂത്ത കള്ളന്മാരാ. ഞാനൊട്ടും മോശമല്ലല്ലോ. അപ്പൊ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? അത് പറയേണ്ടത് നിങ്ങളല്ലേ. നിങ്ങളല്ലേ അവരോട് സംസാരിച്ചിരുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിലേ ഞങ്ങളത് കണ്ടുപിടിക്കും. അയ്യോ, എന്നെ എല്ലാരും കൂടി പേടിപ്പിക്കല്ലേ. പേടിപ്പിച്ചൊന്നുമല്ല, ഞാൻ വിചാരിച്ച പലതും നടക്കും. നടക്കാതെ ആവാം. അല്ല, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കിക്കുന്നേ?
കേട്ടോ, പരുന്തും ഇരുട്ടുമായി ഞാൻ സംസാരിച്ചത് ഒരു വലിയ തിരുട്ട് സംഘം ഉണ്ടാക്കുന്നതിനെ പറ്റിയാ. എന്നിട്ട് ഈ നാട് മുഴുവൻ ഇറങ്ങി കക്കാൻ പോവാ. തൊണ്ടി മുതൽ സൂക്ഷിക്കാനായിട്ട് ഒരിടം വേണ്ടി വരും. വാടകയ്ക്ക് മതി. എല്ലാം അറിയുന്ന ആളല്ലേ, ആ സമയത്തൊന്ന് സഹായിച്ചാ മതി. കളിയാക്കൊന്നും വേണ്ട. എപ്പോഴും പറയാറുണ്ടല്ലോ ഇത്. കളിയാക്കപ്പെടേണ്ടവനാണ് താനെന്ന് സ്വയം തോന്നുന്നുണ്ടാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. തോന്നലിട്ട് മാറ്റാനും പറ്റില്ല. ജന്മപ്രകൃതം എന്നൊന്നുണ്ടല്ലോ, അതങ്ങനെ അങ്ങ് മാറുവോ? ഇല്ല. ബുദ്ധിമാനാ, സമ്മതിക്കുന്നു. പക്ഷേ ബാക്കിയുള്ളവരൊന്നും വിഡ്ഢികളും അല്ല. അത് മറക്കരുത് ഒരിക്കലും. ഞാൻ കണ്ടുപിടിക്കും അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അല്ല, ഈ വീട് കൊള്ളയടിക്കപ്പെടാൻ പാടില്ലല്ലോ. എന്തായി ഡോക്ടർ ജയശങ്കറെ? എവിടെ എൻ്റെ കാശ്? തരാന്ന് പറഞ്ഞ അവസാന തീയതിയും കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? വിചാരിച്ച പോലെ കാശൊത്തില്ല. ഒക്കില്ലല്ലോ. ഡോക്ടർക്ക് ആര് കാശ് തരാനാ? എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ തെറ്റ് ഞാൻ തിരുത്താൻ പോവുക. ഈ വീട് ഒഴിഞ്ഞു തരേണ്ടി വരും. ഇത് ഞാൻ എൻ്റെ പേർക്ക് എഴുതിയെടുക്കാൻ പോവുക. ഒരൽപ്പം സാവകാശം കൂടി വേണ്ടി വരും. നടക്കില്ല. തരാവുന്നതിന്റെ പരമാവധി ഞാൻ തന്നു. ഇനി ഒരു ദയയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാത്തിനെയും ഇറക്കി വിടാൻ പോവുക ഞാൻ. താമസിക്കാൻ വേറെ വീടും സ്ഥലവും നോക്കിക്കോ. ഡാഡിയും മോളും. അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യുംന്ന് ഞാൻ അപ്പൊ കാണിച്ചു തരാം. തങ്കച്ചി വെറും വാക്ക് പറയാറില്ല. പറഞ്ഞത് ചെയ്യും.